ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമായിരുന്നു. കാലത്ത് തന്നെ എഴുന്നേറ്റ് കൊച്ചിനെ സ്കൂളിൽ വിട്ട് വൈഫിനെ റെയിൽവേ സ്റ്റേഷനിലാക്കി അവരൊക്കെയും ജോലിക്ക് പോയിട്ട് ഞാൻ കുറച്ച് നേരം വന്ന് കിടന്നുറങ്ങി. എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, പക്ഷേ ഞാൻ പോയില്ല. കാരണം ഭയങ്കര ബാക്ക് പെയിനാണ്. അതുകൊണ്ട് സിക്ക് വിളിച്ചു. എന്താണെന്നറിയില്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിൻ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മോളെ ഇന്ന് നെറ്റ് ബോൾ ഗെയിം ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കൊണ്ടുപോകണം. പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കൊച്ചിനെ കൊണ്ട് പോകണമെന്നുണ്ട്. അറിയില്ല. കാലത്ത് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇപ്പോൾ കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിൽക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് അവൾക്ക് സ്കൂൾ കഴിഞ്ഞ് നെറ്റ് ബോളിൻ്റെ ഒരു ഗെയിമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗെയിമിന് പോകുന്നത്. പാരൻസ് കൂടെ വേണം, നമ്മൾ വേണം അവരെ അവിടേക്ക് കൊണ്ടുപോകാൻ. 2:30ക്കാണ് അവൾക്ക് സ്കൂൾ വിടുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിനെ എടുത്തുകൊണ്ട് നെറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് പോകണം. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. രണ്ടരയ്ക്കാണ് കൊച്ചിൻ്റെ ക്ലാസ് വിടുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോയില്ല. ഒരു നടുവേദനയായിരുന്നു 2 ദിവസമായിട്ട്. എന്താണെന്ന് അറിയാം. ഒന്നാമത്തെ ചിലപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ടാവും, അതാണ്. 95 കിലോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഹെൽത്തിലധികം ശ്രദ്ധിക്കാറില്ല. എല്ലാം ഈ വീഡിയോൻ്റെ പുറകിലായിരുന്നു. ഞാൻ 3-4 വർഷം മുമ്പൊക്കെയും എന്താ പറയുക, വടംവലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. വടംവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരായിരുന്നു ആ സമയത്ത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യും, പിന്നെ ജിമ്മിൽ പോവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്തൊക്കെയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ 86, 88 ആ റേഞ്ചിൽ വരെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇനി വീണ്ടും പോയി തുടങ്ങണം. കാരണം കഴിഞ്ഞ ദിവസം കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ബോഡി ബിൽഡിങ്ങിനല്ല, ഒന്ന് എന്താ പറയുക, ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ജിമ്മിൽ പോകണമെന്നുണ്ട്. ഇത് എന്നൊന്നും പറഞ്ഞ് കുറേ ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. Hi everybody! So today is my first ever netball game. So it's in Henderson. കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുത്തു. ഞങ്ങൾ നേരെ നെറ്റ്ബോൾ പ്രാക്ടീസിലെ സ്ഥലത്തേക്ക് പോവാണ്. Netball game. നെറ്റ്ബോൾ ഗെയിമിന് പോവാണ്. I think we need to go home and change first. Like that's what they said. പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല മോളെ. നേരെ പോകണം. They said the game is like $3.50. അവിടെ വെന്യൂവിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അവിടെ റൂം ഉണ്ടാവും. This is like Bolton Street, something like that. This is Fresh Baked Bakery. You see there's like lots of stores here. I'll just let you guys enjoy the view. 20 മിനിറ്റ് യാത്രയുണ്ട്. മറ്റേ നെറ്റ്ബോൾ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്ക്. നെറ്റ്ബോൾ മത്സരമാണ്, എൻ്റെ ആദ്യത്തെ മത്സരമാണത്. Are you excited? Very. I'm so excited that I could like burst into happiness in different tiny pieces. ഞങ്ങൾ ഇവിടെ എത്തി. ഈ കണ്ടാണ് നെറ്റ്ബോൾ കോർട്ട്. Are you sure this is the right place? It says court 24. Are you sure this is the right place? ഇത് കണ്ടില്ലേ, ഈ കണ്ടാണ് നെറ്റ്ബോൾ കോർട്ട്. ഇതാണ് നെറ്റ്ബോൾ കളിക്കാൻ പോകുന്ന കുട്ടി. കേൾക്കാം. ഈ കണ്ടാണ് അവിടുത്തെ വൈറ്റാക്കര നെറ്റ്ബോൾ കോർട്ട്. ചേഞ്ചസ് ടോയ്ലറ്റ്സ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. I'm not sure this is it. നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പം അതേ ടൈല് വേണം. ഇവിടെ നോക്കി, ഇതാണ് നെറ്റ്ബോളിൻ്റെ യൂണിഫോം. ഇതാണ് അവരുടെ ടൂർണമെൻറ്റ്.
ഇവിടെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിള്ളേർക്ക്. അത് വാമപ്പിൻ്റെ സമയമാണ്. ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അതുങ്ങൾ കളിക്കേണ്ടതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ നെറ്റ്ബോളിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് പോവാണ്. കൊച്ചു ശരിക്കും എടുത്തു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. Pie shop'lൊക്കെ ഹൈ ഷോപ്പിലൊന്നുമല്ല, വേറെ എന്തെങ്കിലും വാങ്ങിക്കണം. Oh, they must have a menu. They must have a menu. വെള്ളം കഴിക്കാൻ അപ്പോൾ ഇരിക്കാൻ പറ്റാതെ ഇപ്പോൾ അടച്ചിട്ടേക്കാണ് സ്റ്റാപ്പിൽ വെച്ചത്. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഇറങ്ങി. കൊച്ചിന് നന്നായിട്ട് വിശക്കുണ്ട്, പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റില്ല. കാരണം വണ്ടിയിൽ മൊത്തം മണാവും. കൊച്ചിനറിയാം അല്ലേ.